Okay, good morning students. അപ്പോൾ നമ്മൾ ഈ ബിസിനസ് ലോയിൽ പുതിയ യൂണിറ്റ് നോക്കുന്നത് ഇന്ന് പഠിക്കാൻ പോകുന്നത് പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ്. ഓക്കെ, പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ് എന്താണ്? അപ്പം നമ്മളിത് നോക്കാൻ പോകുന്നത് മീനിങ് ഓഫ് പെർഫോമൻസ്. എന്താണ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ? ഇനി ബിസിനസ് ടേംസിൽ എന്താണ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ, every valid contract creates legal obligations on both the contracting parties and this obligation continues till the contract has been actually performed or otherwise discharged. Performance of the contract is one of the various modes of discharge of the contract, and this is the most natural, desired and useful mode of discharge of obligation. അതായത് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടീസ് സൈൻ ചെയ്യും. ഓക്കെ, അവരവരെ ഒബ്ലിഗേഷൻ ആക്ച്വലി ഡൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒബ്ലിഗേഷൻസ് രണ്ട് പാർട്ടീസിലും എന്താ പറയുക, അവരെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പെർഫോമൻസ് എന്ന് പറയുന്നു. അതായത് നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മീനിങ് തന്നെ. ഒരു കോൺട്രാക്റ്റിൻ്റെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് ദ പാർട്ടീസ് അതിനെ പെർഫോമൻസ് എന്ന് പറയുന്നു. ഓക്കെ, അതിൽ ടൈപ്സ് ഓഫ് പെർഫോമൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് പെർഫോമൻസ് രണ്ട് ടൈപ്പാണുള്ളത്, ആക്ച്വൽ പെർഫോമൻസും അറ്റംപ്റ്റഡ് പെർഫോമൻസും. വാട്ട് ഈസ് ആക്ച്വൽ പെർഫോമൻസ്? ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? When a party to a contract has done what he had undertaken to do and there remains nothing to be done by him, the promise is said to have been actually performed and the liability of such a party comes to the end. അതായത് ആക്ച്വൽ പെർഫോമൻസ്, അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അപ്പം മനസ്സിലാവും. അതായത് എ ഹു ഇൻഡപ്റ്റഡ് ടു ബി, എ എന്ന് പറഞ്ഞാൽ ബിക്ക് ഒരു 1000 രൂപ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. ഹി റീപേ ദ എമൗണ്ട് ആഫ്റ്റർ 2 months. ഹി റീപേസ് ദ എമൗണ്ട് ഓഫ് ദ ഡ്യൂ ഡേറ്റ്, ദ ആക്ച്വൽ പെർഫോമൻസ്. അതായത് എ എന്നും ബി എന്നും പറഞ്ഞ ആൾ, രണ്ട് വ്യക്തികൾ, അതിൽ എ എന്ന് പറഞ്ഞ വ്യക്തി ബിക്ക് ഒരു 10,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ അതെന്താണ്? ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ ആ 10,000 രൂപ അയാൾക്ക് കൊടുക്കാമെന്ന് എ പ്രോമിസ് ചെയ്യാമെന്ന് കൂട്ടിക്കോ. അപ്പോൾ അതിന് ആ 2 മാസമാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ്. അപ്പോൾ ആ ഡ്യൂ ഡേറ്റ് ആകുമ്പോഴേക്ക് കറക്റ്റായിട്ട് അയാൾ എമൗണ്ട് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുന്നു. അതായത് അയാൾ എമൗണ്ട് റീപേ ചെയ്തിരിക്കും അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആകുമ്പോഴേക്ക്. ഓക്കെ, അതിനാണ് നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് പറയുന്നത്. സെക്കൻഡ് വൺ, അറ്റംപ്റ്റഡ് പെർഫോമൻസ്. അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു വെച്ചാൽ, എ പ്രോമിസസ് ടു ഡെലിവർ certain goods to B. A takes the goods to the appointed place during business hour, but B refuses to take the delivery of goods. Thus, A has done what he was required to do under a contract. It is attempted. അതായത് എയും അറ്റംപ്റ്റഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ എയും ബിയും ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാം. അപ്പം എ ബിക്ക് ഒരു ഗുഡ്സ് കൊടുക്കാമെന്ന് എഗ്രി ചെയ്യുന്നു. ഓക്കെ, എ ആണ് ബിക്ക് ഗുഡ്സ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എ എന്ത് ചെയ്യുന്നു? ആ ഗുഡ്സ് അതിൻ്റെ എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് അത് എന്താ പറയുക പർച്ചേസ് ചെയ്തിട്ട് ഒരു ബിസിനസ് ഹവേഴ്സിൻ്റെ ഉള്ളിൽ നൽകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ എ ആ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് ബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു. പക്ഷേ ബി ആ ടൈമിൻ്റെ ഉള്ളിൽ അത് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ ബിക്ക് പറ്റുന്നില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? എ അയാളുടെ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്തല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോത്ത് ദ പാർട്ടീസ് ഫുൾഫിൽ ചെയ്തില്ല, രണ്ടാളും ചെയ്തില്ല. ഒരാൾക്ക് അപ്പോഴേക്കും അതിൻ്റെ ഡിലേ വന്നു, പക്ഷെ ഒരാൾ അതിനു വേണ്ടി അറ്റംപ്റ്റ് എടുത്തു. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് അറ്റംപ്റ്റഡ് പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് എക്സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടൈപ്പ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ദ ഒബ്ലിഗേഷൻ ബോത്ത് ദ പാർട്ടീസ് ഡൺ, അതിനാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അത് ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആണ് ആക്ച്വൽ, അറ്റംപ്റ്റഡ്. ആക്ച്വൽ പെർഫോമൻസ് ആണ് കറക്റ്റ് ഡ്യൂ ഡേറ്റ് ആകുമ്പോഴേക്ക് രണ്ടാളും അവരുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്തിരിക്കുന്നത്. അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്നാൽ ആ ഡ്യൂ ഡേറ്റ് ആ ടൈം പീരീഡിനുള്ളിൽ രണ്ട് പാർട്ടീസിൽ ഒരാൾ മാത്രം അയാളുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യുന്നതിന് അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൂ ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ്. ഹൂ ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ്? ഒരു പെർഫോമൻസ് ആർക്കൊക്കെ ഡിമാൻഡ് ചെയ്യാൻ പറ്റും?
ഹൂ ആർക്കൊക്കെ നമ്മൾ ബോത്ത് ദ പാർട്ടീസ് എന്ന് പറഞ്ഞല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത്. ഹൂ ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ് ആർക്കാണ്? ഫസ്റ്റ് വൺ പ്രോമിസി. ഒരു പ്രോമിസിക്ക് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. പ്രോമിസി എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി ദ പ്രോമിസി ഈസ് ദ ഓൺലി പേഴ്സൺ ഹൂ ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ് ഓഫ് ദ പ്രോമിസ് അണ്ടർ എ കോൺട്രാക്ട്. A third party cannot demand performance of the contract even if it was made for its benefits. അതായത് the person who can demand performance is B. അതായത് എന്താണ്? പ്രോമിസി ഫസ്റ്റ് ആർക്കാ പ്രോമിസി? അതിൽ പ്രോമിസി എന്ന് പറഞ്ഞാൽ ഒരു എയും ബിയും ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടെന്ന് കരുതാം. അപ്പോൾ എന്ത് ചെയ്യും? എ പ്രോമിസ് ചെയ്യാണ് ബിക്ക് 500 രൂപ കൊടുക്കാമെന്ന് ആരോട് പ്രോമിസ് ചെയ്യുന്നു? സിനോട് പ്രോമിസ് ചെയ്യുന്നു. എ പ്രോമിസസ് ബി ടു എയും ബിയും എന്ന് പറഞ്ഞാൽ എ ബിനോട് പറയാണ് സിക്ക് ഒരു 500 രൂപ കൊടുക്കാമെന്ന്. ഓക്കെ, സി അത് തേർഡ് പാർട്ടിയാണ്. പക്ഷേ എ ബിനോടാണ് പറയുന്നത് ഞാൻ സിക്ക് ഒരു 500 രൂപ കൊടുക്കാമെന്ന്. അപ്പം എന്താണ്? അപ്പം ഇതിൽ ആരാണ് കോൺട്രാക്റ്റിലുള്ളത്? എയും ബിയും ആണുള്ളത്. സി എന്ന് പറയുന്നത് ആരാണ്? തേർഡ് പാർട്ടിയാണ്. ഓക്കെ, ഇപ്പം നോർമലി ഓൺലി പേഴ്സൺ ഹു ഡിമാൻഡ് പെർഫോമൻസ് ഓഫ് ദ പ്രോമിസർ അണ്ടർ എ കോൺട്രാക്ട്. അപ്പം ഈ പ്രോമിസി എന്ന് പറഞ്ഞാൽ ഈ ആരാണോ കോൺട്രാക്റ്റിലുള്ള പേഴ്സൺ അവരെയാണ് നമ്മൾ പ്രോമിസി എന്ന് പറയുന്നത്. അതിപ്പോൾ ഇതിൽ സി എന്ന് പറയുന്നത് കോൺട്രാക്റ്റിൽ ഇല്ലാത്ത ആളാണ്. അയാൾ എ പറയുകയാണ് ഞാൻ സിക്ക് കൊടുക്കാമെന്ന് ആരോട്? ബിനോട്. എയും ബിയും ആണ് കോൺട്രാക്റ്റിലുള്ളത്. അപ്പം ഇതിലെ പ്രോമിസി എന്ന് പറയുന്നത് എയും ബിയും ആയിരിക്കും. ഓക്കെ, കോൺട്രാക്റ്റിലുള്ള ഓൺലി പേഴ്സൺസ് ആയിരിക്കും. അപ്പം അവർക്കാണ് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യപ്പെടുന്നത്. സെക്കൻഡ് ആരാ? ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? In the case of death of the promisee, his legal representative can demand performance. അതായത് ഇപ്പോൾ ഇതിലുള്ള പ്രോമിസി ആയിട്ടുള്ള 2 പേഴ്സൺസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ആർക്കെങ്കിലും ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ഇതിൽ ഡിമാൻഡ് ഓഫ് പെർഫോമൻസ് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ നോക്കാം. എ അഗ്രീസ് ടു മാരി ബി. എ ബീനെ മാരേജ് ചെയ്യാന്ന് അഗ്രി ചെയ്യുന്നു. ഹൗവർ ബിഫോർ മാരേജ് ടേക്ക് പ്ലേസ് ഹി ഡൈസ്. പക്ഷേ കല്യാണത്തിന് മുന്നേ ആര് മരിക്കുന്നു? However, before marriage take place, H dies. Since it is a contract of personal nature, the legal representative B cannot demand performance of promise from A. അതായത് എ ബിനെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ കല്യാണത്തിൻ്റെ മുന്നേ എച്ച് എന്ന് പറഞ്ഞ ഒരാൾ മരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്? It is a contract of personal nature. The legal representative of B cannot demand performance of the promise from A. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ആ എക്സാമ്പിൾ നിങ്ങൾക്ക് കുറച്ച് ഇതുണ്ട്. ആക്ച്വലി അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ 2 എയും ബി എന്ന് പറഞ്ഞ 2 ആൾക്കാർ കോൺട്രാക്റ്റിലുണ്ട് എന്ന് കരുതാം. അപ്പോൾ ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ആ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തേത് തേർഡ് പാർട്ടി കേസ് എങ്ങനെയാണ് വരിക? ഇൻ സം എക്സംഷണൽ കേസ്. ഓക്കെ, എങ്ങനെയാണ്? The third party can also demand performance of the contract even though he is not a party to the contract. Such case has been discussed in the Unit 5. അതായത് മുന്നേ നമ്മൾ സ്ട്രേഞ്ചർ ഓഫ് കോൺട്രാക്റ്റ് പഠിച്ചല്ലോ. സ്ട്രേഞ്ചർ ഓഫ് അഗ്രിമെൻ്റ് കാര്യങ്ങൾ പഠിച്ചില്ലേ? ആ കേസ്, അങ്ങനത്തെ കേസിൽ തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം? ഡിമാൻഡ് പെർഫോമൻസിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് മുന്നേ നമ്മൾ മെൻഷൻ ചെയ്താണ്. നിങ്ങളത് കറക്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കേസിൽ തേർഡ് പാർട്ടിക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, ഇതിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. നാലാമത്തത് ജോയിൻറ്റ് പ്രോമിസി. ജോയിൻറ്റ് പ്രോമിസി എന്ന് പറഞ്ഞാൽ എന്താ? വെൻ എ പേഴ്സൺ made a promise to 2 or more persons jointly, then unless a contrary intention appears from the contract, the performance of the promise
മേ ബി ഡിമാൻഡ്. അതായത് ജോയിൻറ്റ് പ്രോമിസി എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ പേഴ്സൺസ് ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ജോയിൻറ്റ് പ്രോമിസി എന്ന് പറയുന്നത്. അത്തരം കേസിൽ അതിലുള്ള പേഴ്സൺസിനും എന്ത് ചെയ്യാൻ പറ്റും, ഡിമാൻഡ് പെർഫോമൻസിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഹൂ ക്യാൻ ഡിമാൻഡ് പെർഫോമൻസിൽ വരുന്നത്. ആർക്കൊക്കെയാണ്? ഫസ്റ്റ് വൺ പ്രോമിസിക്ക് പറ്റും, ദെൻ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പ്രോമിസിൻ്റെ, ദെൻ തേർഡ് പാർട്ടി, അതായത് നമ്മൾ സ്ട്രേഞ്ചർ ഓഫ് കോൺട്രാക്റ്റ് കാര്യങ്ങൾ പഠിച്ച് അതിലുണ്ട്. പിന്നെ ജോയിൻറ്റ് പ്രോമിസിക്കും എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി ചെയ്യാനായിട്ട് പറ്റും. സ്ട്രേഞ്ചർ ഓഫ് കോൺട്രാക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അത് നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ആ കാര്യങ്ങളൊക്കെ. സ്ട്രേഞ്ചർ ഓഫ് കോൺട്രാക്റ്റിൽ നമ്മൾ ഇവൻറ്റിനനുസരിച്ചാണ് അതിൻ്റെ ഓരോ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഹൂ മസ്റ്റ് പെർഫോമൻസ്, അടുത്ത് നമ്മൾ നോക്കാം. ഇപ്പം നമ്മൾ നോക്കിയത് ഹൂ ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ് ആണ്. ഇനി നമ്മളത് നോക്കാൻ പോകുന്നത് ഹൂ മസ്റ്റ് പെർഫോം, ആർക്കൊക്കെ പെർഫോം ചെയ്യാം എന്നുള്ളത്. പെർഫോമൻസ് എന്താണെന്ന് നമ്മൾ നോക്കിയല്ലോ, അതിൽ ആർക്കൊക്കെ ഇനി പെർഫോം ചെയ്യാം. ഫസ്റ്റ് വൺ പ്രോമിസർ ഹിംസെൽഫ്, അതായത് പ്രോമിസറും ഉണ്ടാവും ഒരു കോൺട്രാക്റ്റിൽ. അപ്പോൾ പ്രോമിസർക്ക് സ്വന്തമായിട്ടും പെർഫോം ചെയ്യാൻ പറ്റും. അതായത് ഇഫ് ഫ്രം ദ നേച്ചർ ഓഫ് ദ കോൺട്രാക്ട് it appears that it was the intention of the parties that the promise should be performed by the promiser himself. Such promise must be performed by the promiser. He usually, അതായത് പ്രോമിസർ ഹിംസെൽഫ്, അയാൾക്ക് ഒറ്റയ്ക്ക്, പ്രോമിസർ ഹിംസെൽഫ് അയാൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ പെർഫോം ചെയ്യാം. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എ പ്രോമിസസ് ടു പെയിൻറ്റ് എ പിക്ചർ ഫോർ ബി. എ ബിക്ക് ഒരു ചിത്രം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് അല്ലെങ്കിൽ ഡ്രോ ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നു. ആസ് ദിസ് പ്രോമിസ് ഇൻവോൾവ്സ് പേഴ്സണൽ സ്കിൽ ഓഫ് എ, ഇറ്റ് മസ്റ്റ് ബി പെർഫോംഡ് ബൈ എ. അതായത് എ ബിക്ക് ഒരു പിക്ചർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ ആക്ച്വലി ആ പിക്ചറിൽ എയുടെ സ്കില്ലായിരിക്കും അതിൽ ഇൻവോൾവ് ആയിരിക്കുക അല്ലേ. എയുടെ സ്കില്ലും അയാളുടെ എഫേർട്ടും അയാളുടെ പെർഫോമൻസും ആയിരിക്കും അതിലുണ്ടായിരിക്കുക. അപ്പം ഇതിൽ ആക്ച്വലി രണ്ടാളുണ്ടെങ്കിലും ആരാ പെർഫോം ചെയ്യുന്നത്? എ ആണ്. അപ്പം പ്രോമിസർ ഹിംസെൽഫ്, ഓക്കെ, അയാൾക്ക് പെർഫോം ചെയ്യാം. രണ്ടാമത് ആർക്കാണ്? പ്രോമിസർ, സെക്കൻഡ് വൺ പ്രോമിസർ, ഒന്നെങ്കിൽ പ്രോമിസർ അല്ലെങ്കിൽ ഏജന്റ്, ഒന്നെങ്കിൽ പ്രോമിസർക്കോ അല്ലെങ്കിൽ ഏജന്റിനോ. അതായത് where the contract does not involve personal skill of the promiser, the contract could be performed by the promiser himself or by competent person employed. അതായത് രണ്ട് കോൺട്രാക്റ്റിൽ ഒരാളുടെ സ്കില്ല് മാത്രമല്ല പെർഫോം ചെയ്യേണ്ടത് ഉള്ള കേസിലാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അയാൾക്കത് സ്വന്തമായിട്ട് തന്നെ പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ വേറൊരാൾക്കും അതിൽ വന്നിട്ട് പെർഫോം ചെയ്യാം. അതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് നോക്കുക വെച്ചാൽ, എ ബിക്ക് കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറയുന്നു. അപ്പം എന്താണ് അതിൽ ഒന്നെങ്കിൽ അയാൾ പേഴ്സണലി ആ പൈസ എടുത്ത് കൊടുക്കാം, ഓക്കെ, അതല്ലെങ്കിൽ വേറൊരു ഓതറൈസ്ഡ് ഏത് ഏജന്റിൻ്റെ അടുത്തുനിന്ന് അയാൾക്ക് വേറൊരാളുടെ പൈസ വേറെ ഏജന്റിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് ബിക്ക് പൈസ കൊടുക്കാം. എയും ബിയും ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടെങ്കിൽ എ ബിക്ക് പൈസ കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഒന്നെങ്കിൽ എക്ക് ഹിംസെൽഫ് പെർഫോം ചെയ്യാം, അയാൾക്ക് സ്വന്തം പൈസ എടുത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഏജന്റ് വഴി അയാൾക്ക് ആ പൈസ കൊടുക്കാം. അപ്പം അങ്ങനെയുള്ള കേസ്. പിന്നെ മൂന്നാമത്തെ കേസിൽ വരുന്നത് തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? ഇതിലുള്ള കോൺട്രാക്റ്റിലുള്ള അല്ലാതെ മൂന്നാമതൊരു വ്യക്തിക്കും ഇതിൽ വന്നിട്ട് പെർഫോം ചെയ്യാം. അതെങ്ങനെയാണ് ആ കേസ് വരുന്നതെന്ന് വെച്ചാൽ, ഇൻ സം കേസ് ദ കോൺട്രാക്ട് മേ ബി പെർഫോംഡ് ബൈ എ തേർഡ് പേഴ്സൺ പ്രൊവൈഡ് ദ പ്രോമിസി ആക്സെപ്റ്റ് ദ അഗ്രിമെൻറ്റ്. അതായത് ഈ പ്രോമിസി ആ അഗ്രിമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു തേർഡ് പാർട്ടിക്കും ഇതിൽ ഇൻവോൾവ് ആവാം. നാലാമത്തത് പെർഫോമൻസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസസ്. ജോയിൻറ്റ് പ്രോമിസസിൻ്റെ കേസിലും ഒരാൾക്കത് പെർഫോം ചെയ്യാം.